നമുക്ക് നാളെ വൈകുന്നേരമാണ് ഈ ബിംബത്തിൻ്റെ പുതിയ ബിംബം നമ്മൾ ഏറ്റുവാങ്ങിയുള്ള ചടങ്ങുകളൊക്കെ നാളെ വൈകുന്നേരം മറ്റന്നാൾ കാലത്തുമായിട്ടാണ്. അപ്പോൾ ആ നോട്ടീസിൽ ഏകദേശം ചടങ്ങുകളൊക്കെ എന്തൊക്കെ ഉണ്ടാവും. ഇതേപോലെ എല്ലാ സമയത്തും എന്തൊക്കെയാണോ നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. കാരണം ഈ എഴുതി വരുന്ന ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും വേണ്ടത്തിൽ അറിഞ്ഞോളുന്നില്ല. നമ്മളെ ചടങ്ങുകൾ മനസ്സിലാക്കി തൊഴിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് അതിന് കുറച്ചും കൂടി ഫലം പൂർണ്ണത ഉണ്ടാവുക. അല്ലാണ്ട് വെറുതെ ഒന്ന് രണ്ട് വിളക്കം കണ്ടൊരു കർപ്പൂരം ഒഴിഞ്ഞ് തൊഴിൽ പോകുന്നതിലേറെ അതെന്താണ് പൂജ എന്ന് മനസ്സിലാക്കിയിട്ട് തൊഴുമ്പോൾ കുറച്ചും കൂടി അതിനൊരു ഉൾക്കൊള്ളാൻ നമുക്കും ഒരു ഇതുണ്ടാവും, അതിനൊരു ഫലവും ഉണ്ടാവും. ഈ ചടങ്ങുകൾ തുടങ്ങുന്നവരെ അതിൻ്റെ മുന്നോടിയുള്ള ഒരു ആചാര്യകളാണ് ഇപ്പോൾ നടത്തിയത്. അതിനുശേഷം ആ വാഹന കരവ് പരമാവധി ഭക്തജനങ്ങൾ നാമം ജപിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു സങ്കേതത്തിലുണ്ടാവുക. നാമജപത്തിനോളം ശക്തി കലികാലത്തെ വേറൊന്നുമില്ല. ഈ ഭാഗവത കേൾക്കാനായിട്ട് അറിയാം. കലികാലത്ത് നാമം ജപിക്കുന്നത്ര ശക്തി വേറൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അത് എല്ലാവരും ഭംഗിയായിട്ടൊരു സ്ഥലത്തിരുന്ന് സമാധാനമായിട്ട്, കുട്ടികളുണ്ടെങ്കിൽ അവർ വർത്തമാന ബോളം എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ പക്വതയുള്ള പൂർണ്ണ പ്രായമായിട്ടുള്ള ആൾക്കാർ വർത്തമാനം പറയാനും മറ്റു കാര്യങ്ങൾ അതുകൊണ്ട് പരമാവധി സമയം നാമം ചോദിച്ച് സംഗീതത്തിലുണ്ടാവുക. ചടങ്ങുകൾ അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണ്. പ്രേതാവാഹന ഉറവകൾ വേണമൊക്കെ. അപ്പോൾ നമ്മളുടെയൊക്കെ കുടുംബത്തിലെ ഏതെങ്കിലും ബന്ധുക്കളിലൊക്കെ ഈ പ്രേത വിഷയങ്ങളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവരും ഇല്ലാത്തവരൊക്കെ ആ ചടങ്ങിൽ അവരുടെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ പിതൃക്കളുടെ സദ്ഗതിക്കായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെയൊക്കെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ബന്ധം ഈ ക്ഷേത്രത്തിൽ വൈകാരികമായിട്ടുള്ളതല്ലാണ്ട് അതിലപ്പുറം ഒരു പൈശാചികമായിട്ടുള്ളൊരു ബന്ധം അതിനുണ്ടെങ്കിൽ അത് മാറാനും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ച് നാമം ജപിച്ച് അവിടെ ചടങ്ങുകൾ തുടങ്ങാം.